ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ കുടുങ്ങിപ്പോയ സുനിത വില്യംസും സഹയാത്രികരും 287 ദിവസത്തെ നീണ്ട താമസത്തിന് ശേഷം ഭൂമിയിൽ തിരിച്ചെത്തിയത് മാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടതാണല്ലോ. എന്താണ് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ? അവരവിടെ ഭക്ഷണം കഴിക്കുന്നത്, ഉറങ്ങുന്നത്, അവരുടെ ഒഴിവ് സമയങ്ങൾ ചിലവഴിക്കുന്നത് ഒക്കെ എങ്ങനെയാണ്? മുഴുവൻ സമയവും അവരവിടെ ജോലി ചെയ്യുകയാണോ? A floor, another wall, or the ceiling. But again, സ്പേസ് സ്റ്റേഷന്റെ ഉള്ളിൽ ഗ്രാവിറ്റി ഇല്ല. അതുകൊണ്ട് തന്നെ അവിടെ ഭിത്തിയോ തറയോ സീലിങ്ങോ ഇല്ല. 4 വശങ്ങൾ മാത്രമാണുള്ളത്. ഭൂമിയിലെ പോലെ കട്ടിലിൽ കിടന്നൊന്നും ഉറങ്ങാൻ സാധിക്കില്ല. കാരണം ഗ്രാവിറ്റി ഇല്ലാത്തത് കൊണ്ട് ശരീരം തറയിൽ മുട്ടിക്കിടക്കില്ല. പിന്നെ എങ്ങനെയാണ് ഉറങ്ങുന്നത്? ഇവിടെ ഒരു ബാഗുണ്ട്, അതിൽ കിടന്നാണ് ഉറങ്ങുന്നത്. അതിനെ ഇവർ സ്ലീപ്പിംഗ് സ്റ്റേഷൻ എന്നാണ് വിളിക്കുന്നത്. ഏത് പൊസിഷനിൽ വേണമെങ്കിലും ഇതിനകത്ത് കിടന്നുറങ്ങാൻ സാധിക്കും. തല കുത്തനെയോ നേരെ നിന്നോ എങ്ങനെ വേണമെങ്കിലും ഇതിൽ കിടന്ന് ഉറങ്ങാൻ സാധിക്കും. ഇങ്ങനെ 6 സ്ലീപ്പിംഗ് സ്റ്റേഷനാണ് ഇതിൻ്റെ അകത്തുള്ളത്. അതായത് ഈ 6 എണ്ണവും 6 ഭാഗത്ത് ഒരു സർക്കിളിൽ എന്നതുപോലെയാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. But you can sleep in any orientation. I have it feeling like I'm standing up right now, but like you saw, I'm on the floor. But it doesn't matter if I turn over and I sleep. ഈ സ്ലീപ്പിംഗ് സ്റ്റേഷനിൽ എങ്ങനെ വേണമെങ്കിലും കിടന്നുറങ്ങാമെന്നാണ് ഇവർ പറയുന്നത്. തലകുത്തനെയോ നേരെയോ എങ്ങനെ വേണമെങ്കിലും ഇതിനകത്ത് കിടന്നുറങ്ങാം. We've got a computer in here. As you can see, we've got a couple little toys. I've got some books. I've got some clothes and other things that make it sort of like home. I'm coming out. And just for reference, that's one sleep station. This one's another. Right here. സ്പേസ് സ്റ്റേഷനിൽ ഇവരെങ്ങനെയാണ് ബ്രഷ് ചെയ്യുന്നതെന്ന് നോക്കാം. A lot of people ask about toothbrush and toothpaste. So, luckily enough, toothpaste, you can do it upside right this way, is sticky, and so it sticks to your toothbrush, no problem. Another cool thing is that water sticks to your toothbrush too. If you can see it, I'll have some water come out. The water is pretty neat up in space. It'll stick to your toothbrush and it will make a big bubble. And that's just by surface tension. And then you can drink it. So a lot of people ask about what do you do with the toothpaste after you brush your teeth. Two options. Swallow it, and it's sort of like mouthwash, but it tastes a little gross. Or you can just spit it out in a paper towel, and then you don't have to worry about it. Swallowing thing I wouldn't recommend at home. I'm only up here for 4 months, so it's not that bad. ബ്രഷ് ചെയ്തതിന് ശേഷം ഒന്നുകിൽ വിഴുങ്ങുകയോ അല്ലെങ്കിൽ ഒരു പേപ്പർ ടവൽ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുകയോ ചെയ്യാം എന്നാണ് പറയുന്നത്. ഈ കാണുന്നതാണ് ഇവിടുത്തെ ടോയ്ലറ്റ്. സ്പേസ് സ്റ്റേഷനിൽ ഗ്രാവിറ്റി ഇല്ലാത്തതുകൊണ്ട് തന്നെ ടോയ്ലറ്റിൻ്റെ ഉപയോഗം വളരെ സൂക്ഷിച്ച് വേണം ചെയ്യാൻ. ഈ കാണുന്നത് നമ്പർ 2-നുള്ള സജ്ജീകരണമാണ്. സ്പേസ് സ്റ്റേഷനിൽ ഗ്രാവിറ്റി ഇല്ലാത്തതുകൊണ്ട് തന്നെ ടോയ്ലറ്റിൻ്റെ ഉപയോഗം വളരെ സൂക്ഷിച്ച് വേണം. ഈ കാണുന്നത് നമ്പർ 1-നുള്ള സജ്ജീകരണമാണ്. Two slightly separate functions, but you can do a little essentially both by. പല തരത്തിലുള്ള ടോയ്ലറ്റ് പേപ്പേഴ്സ് ഇവിടെ അവൈലബിൾ ആണ്. കാരണം പല രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ, സയൻറ്റിസ്റ്റുകൾ ഇവിടെ വർക്ക് ചെയ്യുന്നത് കൊണ്ട് പല തരത്തിലുള്ള ടോയ്ലറ്റ് പേപ്പേഴ്സ് ഇതിനകത്ത് സജ്ജീകരിച്ചിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഇവർക്ക് സ്നഗ്ഗി ഉപയോഗിക്കേണ്ട സിറ്റുവേഷൻസും വരാറുണ്ട്. Soft toilet paper. We have Huggies just for any cleanup. We were all babies once and this sort of helps.
സ്പേസ് സ്റ്റേഷനിൽ ഗ്രാവിറ്റി ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ മസിലിൻ്റെയും അസ്ഥിയുടെയും സ്ട്രെങ്ത് ക്രമേണ കുറഞ്ഞു വരാൻ സാധ്യതയുണ്ട്. ഇത് ഒഴിവാക്കാൻ ഇവർ നിർബന്ധമായിട്ടും വ്യായാമം ചെയ്യേണ്ടതുണ്ട്. Wash your face, brush your teeth. You want to find something for breakfast. And this is our kitchen. You might ഈ കാണുന്നതാണ് ഇവിടുത്തെ കിച്ചൺ. വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്നുമുള്ള സയൻറ്റിസ്റ്റ് ഉള്ളതുകൊണ്ട് പലതരത്തിലുള്ള ഭക്ഷണ സാധനങ്ങൾ ഇവിടെയുണ്ട്. റഷ്യൻ ഉണ്ടാകും, ജാപ്പനീസ് ഉണ്ടാകും, അമേരിക്കൻ ഡിഷ് ഉണ്ടാകും. അങ്ങനെ പലതരത്തിലുള്ള ഭക്ഷണ സാധനങ്ങൾ ഇവിടെ ലഭ്യമാണ്. and then some little power bars just in case. So we have all this type of food. Some of it is dehydrated, and so we have to hydrate it, fill it up with water. Some of it is already made, and then all we have to do is heat it up. So something like this, I'm pulling out barbecued beef brisket. Pretty yummy. Not only is this food made in the US, but we also have food here from Japan. We've got Russian food. As you can see, all these red containers are filled with food that's from Russia. And then we get some of our specialty stuff, some things that we like, some of our favorite stuff that your family can send up. In fact, I like fluffernutters, and so I got sent up some fluff so I could make my fluffernutter with peanut butter. So you have a lot of food up here.